ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാനൊരു കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ചോറൊക്കെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസിപ്പി വീഡിയോ ഒന്നല്ല കേട്ടോ. റെസിപ്പി വീഡിയോ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു തട്ടിക്കുട്ടി സാമ്പാറാണ് കേട്ടോ. 2-3 പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ സാമ്പാറാക്കി ഇവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലേ വേണ്ട കേട്ടോ. അപ്പോൾ തന്നെ ഓഫാക്കണം. പിന്നെ ഞാൻ വെണ്ടക്ക വറുക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ വിശേഷമായിട്ട് വലുതായിട്ടൊന്നും ഇല്ലയെന്ന് വെച്ചാൽ ഒരുപാടായിട്ടോ ഒരു ലെങ്ത്ത് വീഡിയോ ഇടാത്ത. അപ്പോൾ വെക്കേഷനല്ലേ, അപ്പോൾ അനിയത്തിരേട്ടത്തിലൊക്കെ മക്കളുണ്ട്. അപ്പോൾ അവരെടുക്ക് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല, വീഡിയോ ഇടാനും പറ്റണില്ല. അങ്ങനെ തിരക്കൊക്കെയാണ് കേട്ടോ. ഇവിടെ നല്ല അരങ്ങാണ് കേട്ടോ. ഇവിടെ തറവാട് വീടായതുകൊണ്ട് എല്ലാ മക്കളും ഉണ്ട്. വെക്കേഷന് ഉമ്മമ്മൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നത്. തറവാട് വീടാണല്ലോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല. എന്താ വെച്ചാൽ അവരെ കയ്യിലായിരിക്കും അധികം ഫോൺ ഉണ്ടാവുക. പിന്നെ ഏട്ടത്തിൻ്റെ മോളെ മക്കൾ 2 പേരുണ്ട്. പിന്നെ അനിയത്തിൻ്റെ 3 പേരുണ്ടായിരുന്നു. പിന്നെ വേറൊരു അനിയത്തിൻ്റെ 2 പേര് മക്കൾ 2 പേരുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്തുള്ള ഏട്ടത്തിൻ്റെ മോളും ഉണ്ട് കേട്ടോ. അവളും വരും കേട്ടോ. നല്ല രസമാണ് ഇവിടെ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത്. പണ്ടത്തെ ഒരു തറവാട്ടിലെ വീട്ടിലൊക്കെ എല്ലാ പോലെയാണ് കേട്ടോ. ഇപ്പം അങ്ങനെ എല്ലാവരും അങ്ങനെ അപ്പുറം പോയി നിൽക്കലുണ്ടോ വെക്കേഷൻ്റെ സമയത്തൊക്കെ? എന്താ വെച്ചാൽ അതൊക്കെ രസമാണ് കേട്ടോ അങ്ങനെ നിൽക്കുമ്പോൾ. അതിന് നമുക്ക് ഫോണൊന്നും അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യാനൊന്നും പറ്റണില്ല. മക്കളൊക്കെ ആയെന്നെ മക്കളടുത്ത് നിന്ന് ഓരോരോ കഥ പറഞ്ഞിരിക്കലും കളിക്കലും. പിന്നെ ഇടയ്ക്ക് മക്കൾ ഫോൺ നോക്കും കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ കേട്ടോ. പണ്ടൊക്കെ വറവൊക്കെ റെഡി ആയിട്ടോ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ലാസ്റ്റ് വെണ്ടയ്ക്കും തക്കാളിയും ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയില്ല. അത് പച്ചക്കറിയൊക്കെ വെന്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പുളിവെള്ളം ആക്കണം. അതിനുശേഷം വെണ്ടയ്ക്കും തക്കാളി ഒന്ന് ജസ്റ്റ് വെന്ത് വന്ന ശേഷം വറവിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വലുതായിട്ടൊന്നും ഇല്ല. കുറേ ഷോർട്സ് ഇടുന്നുണ്ട്, ലെങ്ത് വീഡിയോ ഇടാത്തത്. പെരുന്നാൾ കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ കല്യാണമൊക്കെയാണ്. ശ്യാമിൻ്റെ മരുമോളെ കല്യാണമാണ്. പിന്നെ അതുപോലെ തന്നെ ഏട്ടത്തിൻ്റെ മോളെ കല്യാണമുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ വേക്കിൽ വരാനുണ്ട്. ആയിട്ടില്ല കേട്ടോ. കല്യാണം 22-ാം തീയതി 21-ാം തീയതി നമ്മൾ പോകും. 22-ാം തീയതി 24-ാം തീയതി ആണ് കേട്ടോ കല്യാണം. അപ്പോൾ 22-ാം തീയതി അവിടെയും പിന്നെ ചെക്കൻ്റെ വീട് തലശ്ശേരിയിലാണ് കേട്ടോ. അപ്പോൾ 24-ാം തീയതി തലശ്ശേരിയിലാണ് കേട്ടോ. അപ്പം 2-3 കല്യാണം ഇങ്ങനെ വേക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കൊക്കെയാണ് കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് ഇങ്ങനെയാണ്: സാമ്പാർ, കറി, പപ്പടം, വെണ്ടക്ക വറവ് കേട്ടോ. ആയിട്ടുള്ള വീഡിയോ ഒന്നല്ല, ചെറിയൊരു വിശേഷം ഇങ്ങനെ പറയാമെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും.